നമസ്കാരം, വെൽക്കം ടു റിയാക്ഷൻ. അപ്പൊ വെയിറ്റ് ചെയ്ത് അവസാനം തുടക്കത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ലാലേട്ടന്റെ മകളായിട്ടുള്ള വിസ്മയാണ് പടത്തിലെ നായിക. നായകനായിട്ട് വരുന്നത്, നായകൻ എന്നല്ല, കൂടെ തന്നെ അഭിനയിക്കുന്നത് ബാബു ആന്റണിയുടെ മകനായിട്ടുള്ള ആശിഷ് ജോ ആന്റണിയാണ്. പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത് ജൂഡ് ആന്റണി ജോസഫാണ്. 2018 മൂവിക്ക് ശേഷം ആളുടെ ഡയറക്ഷനാണ് തുടക്കം. അപ്പോൾ പടത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ സായ് കുമാർ എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? താനാ വാടക വീട്ടിലെ താമസം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. മിയ. നൈസ് യു. ഏയ് മീനുമോൾ അവിടെ. അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവും. ഒളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. പിന്നെ ഈ വാടകക്കാരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. സീനാണല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. ഗണേഷ് മോൻ. അന്നത്തെ ആ സംഭവം അച്ഛൻ ഇനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി. ഇനി അതുണ്ടാവില്ല. പരമാറിയ എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ഷോ ഇറങ്ങണമല്ലോ ജോപ്പിത്രേ. താനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. അരെ വാ, ലാലേട്ടൻ ചുമ്മാ ജസ്റ്റ് ഒരു ഗ്ലിംസ്, ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു നോട്ടം, അത് മതിയല്ലോ. പക്ഷെ ഇവര് ഒന്നും അങ്ങോട്ട് മെയിൻ ആയിട്ട് പറയുന്നില്ല. ഇതെന്താണെന്നറിയില്ല. ഒരു എന്താ പറയാ, ഹൈ റേഞ്ചിലേക്ക് മാറി താമസിക്കുന്ന ഒരു അച്ഛനും മകളും, അത് വാടകയ്ക്ക് താമസിക്കുന്ന അവരുടെ വീട് ഒഴിപ്പിക്കാൻ വരുന്ന വേറെ വില്ലന്മാര്, പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ കുറച്ച് ക്ലീശ സാധനമായിട്ട് തോന്നും. നൈസ് നെയിം ഒക്കെ പറയുന്നത്. ബാക്കി ഓവറോൾ എങ്ങനെയുണ്ടെന്ന് സിനിമ കണ്ടിട്ട് അറിയാം. പടം ഈ മാസം 7-ാം തീയതിയാണ് റിലീസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രണവ് ഓൾറെഡി കലക്കാണല്ലോ, ഇനിയിപ്പോ വിസ്മയം കൂടി വരട്ടെ. അപ്പൊ വെയിറ്റിംഗ്. തുടക്കം ഇതായിരുന്നു തുടക്കത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.